കേശുവേ കേശു 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 എന്തോ ചെയ്ത് കണ്ടിട്ടില്ല? ഇതാണ് എക്സർസൈസ്. അച്ഛൻ രാവിലെ തന്നെ നടക്കാറിങ്ങിയ ആ കേശു കേശു കേശവനെ എന്തിനാ വിളിക്കുന്നേ? അല്ല, അച്ഛൻ ഈ നാട്ടിലൊന്നും പരിചയമില്ല. അപ്പൊ കേശുവും കൂടി കൂടെ ഉണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാന്നില്ലേ. അങ്ങനാണെങ്കിലേ അച്ഛൻ ഉച്ചയ്ക്കേ പോകത്തുള്ളൂ. അതാണ് ചേട്ടൻ എണ്ണിക്കണ്ടേ? ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അവനൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ. അച്ഛൻ വിളിച്ചു നോക്ക്, ചിലപ്പോ എണീക്കുമായിരിക്കും. ഞാൻ വിളിക്കാം. കേശു 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 എന്തുറക്കോടാ, നീയൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ. കേശു കേശു മോനെ കേശു. ഇങ്ങനൊന്നും വിളിച്ച എണ്ണിക്കത്തില്ല. പിന്നെ എങ്ങനെ വിളിക്കണം? ഞാൻ ഇപ്പൊ കാണിച്ചു. അത് അച്ഛ ഉറക്കപ്പിച്ചായതും കൊണ്ടാ. ഇപ്പൊ അമ്മുമ്മ വന്ന് വിളിച്ചാല് അമ്മുമ്മേനെ ഇവരിങ്ങനെയൊക്കെ പറയാറുണ്ട്. കേശു പോണ്ടേ നമുക്ക്? അച്ഛൻ കുഴപ്പമില്ലാത്ത അച്ഛൻ പോണ്ടേ നമുക്ക്? എങ്ങോട്ട്? എങ്ങോട്ടെന്നാ? ഇന്നലെ രാത്രി പറഞ്ഞല്ലേ നമുക്ക് രാവിലെ മോർണിംഗ് വാക്കിട്ട് പോണോന്ന്. നീ സമ്മതിക്കുകയും ചെയ്ത്. അത് അച്ഛൻ വിട്ടില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ വിടുന്ന ആളല്ല. ബാ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാലേ, ഇന്നലെ മാച്ച് ഉണ്ടായിരുന്നേ, ഫുട്ബോൾ കളി. അത് കണ്ടിട്ട് കിടന്നുറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിനായി പോയി. എന്ന് വെച്ചാൽ ഉറക്കം അധികം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ? അത് സാരില്ല, കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാന്നേ. സീറ്റിലൊക്കെ മഴ, അതോ ഫുള്ള് മഴ പെയ്യുന്ന സൗണ്ട്, ഫുള്ള് മഴ. അതറിയില്ലേ, മഴയത്ത് നടക്കാനാണ് ഇൻട്രസ്റ്റ്. അപ്പൊ കുറച്ചുകൂടി കിലോമീറ്റർ കൂടുതൽ നടക്കാം. വാ എന്താടാ ഒന്ന് പോയിട്ട് വേടാ. അച്ഛനെ ഈ സ്ഥലം ഒന്നും അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ. കേശു വന്നില്ലേ അച്ചപ്പടം കോട്ട വഴക്ക. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ കരയൂടാ. ചെല്ലടാ. ഫുൾ ചാർജിലാണല്ലേ അച്ഛൻ? രാവിലെ ഞാൻ ഓണാവും. ഞാൻ പുറത്തട്ടെ. അച്ഛന്റെ അവിടുത്തെ രാവിലത്തെ ശീല നടക്കാൻ പോക്ക്. മഴ തിങ്ങാർ കാടയിലും കിടന്ന് ഉറങ്ങി കൂടി. എന്തുവാടേ? പോയിട്ടോ പോയിട്ടോ. പല്ലൊക്കെ വന്നിട്ട് കേക്കാം. പാവം കേട്ടാ. അപ്പൊ കേശു എടാ, നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നിനക്ക് രാവിലെ എഴുന്നേറ്റൊന്നും വ്യായാമം ചെയ്തുകൂടെ? രാവിലെ എണീക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മഴയത്ത് നമ്മൾ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ട് അച്ഛാ. പിന്നെ അതിന്റെ ആവശ്യമുണ്ട്. വ്യായാമം ചെയ്യുന്ന ശരീരം എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും. ഇത് കണ്ടല്ലേ? എടാ, ഇതൊക്കെ വേണം നമുക്ക്. എന്താ ഇത്? എടാ, അങ്ങനെ ചെയ്താലേ നമ്മ എനർജറ്റിക് ആയിട്ട് നിൽക്കുള്ളൂ. ഈ പരിസരത്ത് ആൾക്കാർ കുറവാണെന്നുള്ളേ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഈ മഴയത്ത് കൊടയും ചൂടി ജോഗിങ്ങിന് ഇറങ്ങുന്ന തരത്തിലുള്ള കിളി പോയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. മഴയായിട്ടും കിളി പോകണമെന്ന് കണ്ടാന്നിങ്ങനെ. രാവിലെ ഇറങ്ങിയാലും ഇതൊക്കെയാണ്. ഒരുപാട് കിളികളെ പറവകളെയൊക്കെ കാണാൻ പറ്റും. അച്ഛാ, കുഴപ്പമുള്ളത് അച്ഛാ ഈ ജിമ്മിൽ വല്ലതും പോവാറുണ്ടോ? ഏയ്, ജിമ്മിലൊന്നും പോവാറില്ല. ഞാൻ സ്വന്തമായിട്ട് പരിശീലിക്കുന്ന വ്യായാമ മുറകളേ ഉള്ളൂ. എല്ലാം ഞാൻ സെറ്റ് ചെയ്യണം. വല്ലപ്പോഴും ഒരു ട്രെയിനറെ കാണിക്കാൻ കേട്ടോ. എന്തിന് ട്രെയിനർ? എനിക്ക് ഞാൻ തന്നെ ട്രെയിനർ, അത്രേ ഉള്ളൂ. അതെ, ഒരു ചെറിയ ഡൗട്ട് ഇവിടെ. ഈ കലാപരിപാടി എല്ലാ ദിവസവും രാവിലെ ഉള്ളതാണോ? പിന്നെ ഞാൻ സർവീസിൽ കയറിയ കാലം തുടങ്ങി എന്റെ ശീലമാണ്. പണ്ട് ഇടുക്കിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴല്ല 2 മല കയറി ഇറങ്ങുമായിരുന്നു. ചുമ്മാ അത് ആൾക്കാരും ചോദിക്കുക എന്തിനാണെന്ന്.
പക്ഷെ എനിക്കതൊരു എനർജിയാണ്. ബാബാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നല്ല സ്പീഡിൽ നടക്കണം, എന്നാലേ ഉഷാറ് കിട്ടുള്ളൂ. ശരി പോരെ? ശരി. എന്റെ ദൈവമേ, ഇത് എന്തൊരു മനുഷ്യത്. ഒറ്റയ്ക്ക് പോണ്. അതെ, ആ ഏരിയയില് പട്ടുണ്ട് അച്ഛാ. ചെറുക്കൂടാ. എനിക്കൊരു പ്രശ്നമല്ല. ഇവ പിന്നെയും കിടന്നുറക്കോയ. എന്താണ് കേശു? 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 ഗോളാ? എന്തുറക്കമാണ് കേശുത്? രാവിലെ ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങുന്നതല്ലേ? ഞങ്ങളൊക്കെ ഉച്ചക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞ് ഇനിയെങ്കിലും എഴുന്നേക്കാറായില്ലേ? പിന്നല്ലാതെ. അതെന്നെ കുഴപ്പമില്ലച്ചോ, ഈ വേൾഡ് കപ്പ് തുടങ്ങിയതിനു ശേഷം മൊത്തം ഇങ്ങനെയാണ്. രാത്രി ഫുള്ള് വേൾഡ് കപ്പ്, രാവിലെ ഫുള്ള് ഉറക്കം. അടിപൊളി, നല്ല കാര്യം. നിങ്ങൾ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? കേശു വരണ്ടേ? ഇവൻ കിടന്നുറങ്ങല്ലേ? കേശു ചെല്ല് കേശു. എങ്ങോട്ട് ആര് നടക്കാൻ പോണത്? എടാ, ഉച്ചക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നടത്തം എനിക്ക് പതിവാണ്. അതിനാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. അല്ല, നമ്മൾ ഇന്ന് രാവിലെ തന്നെയല്ലേ നടക്കാൻ പോയേ? അത് മോർണിംഗ് വാക്ക്. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നും നടക്കാൻ പോയായിരുന്നല്ലോ. അത് ബ്രേക്ക്ഫാസ്റ്റ് വാക്ക്. അപ്പൊ ലഞ്ച് കഴിച്ചിട്ട് നടക്കാൻ പോകുന്നു. നൂൺ വാക്ക്. ഓ, അപ്പൊ വൈകിട്ട് 4 മണിക്ക് ചായ കുടിച്ചിട്ട് നമ്മൾ നടക്കാൻ പോവല്ലേ? അത് ഈവനിങ് വാക്ക്. ഡിന്നറിന് അങ്ങനെ പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല, അതങ്ങോട്ട് വാക്കാണ്. എന്റെ ചേട്ടന്റെ ആരോഗ്യകാര്യത്തില് ഭയങ്കര ശ്രദ്ധയാ. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ പോയി നടന്നിട്ട് വാ. അത് വേണ്ട, അത് ബോറടിച്ചാലോ? ആർക്ക്? രണ്ടുപേർക്കും അല്ലേ? അതെ. ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഈ വീട്ടില് എന്റെ വൈബായിട്ട് സെറ്റായി പോകുന്നത് നീ മാത്രമേ ഉള്ളൂ. അതെ, ചേട്ടന്റെ അതേ വൈബാ കേശുവിന്. തന്ത വൈബ്. അതെ, നടക്കാൻ പോവാൻ പറഞ്ഞിട്ട് മടിച്ചു കിടക്കാന്നേ ഇവൻ. എടാ, ജനാർദ്ദന്റെ കൂടെ ഒന്ന് പോയിട്ട് വന്നേ. ഉറങ്ങണം. கேசு, நீ சித்தோட அப்பா கூட போயிட்டு வா. போயிட்டு வரும்போது கொஞ்சம் பழம் வாங்கிட்டு வா, நம்ம பழம்பொரி பொரிக்கலாம். കുഴപ്പമില്ലത്തച്ചോ, ഞാൻ കുറെ നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നമുക്ക് നാളെ രാവിലെ നടക്കാൻ പോയപ്പോ. കണ്ട, ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. പകലും രാത്രി കിടന്നുറങ്ങും, എന്നാ കയ്യിൽ ഫോൺ കിട്ടിയല്ല പിന്നെ ഉറക്കമേ ഉണ്ടാവില്ല. എടാ കൊച്ചേ, ഒന്ന് പോയിട്ട് വാടാ. കേശു, ബാ നമുക്ക് പോയിട്ട് വരാം. ഉറങ്ങാൻ പറഞ്ഞ ഞാൻ നടക്കണ സമയത്ത് ചിലപ്പോ ഉറങ്ങിയാ വീഴും. അതൊന്നും നോക്കട്ടെന്ന് ഞാനല്ലേ കൂടെ ഉള്ളത്. നീ വാ, നമുക്ക് പോയിട്ട് വരാം. വേണ്ട, പോയിട്ട് വാടാ. ஆமாண்டா கேசு, போடா. വേണ്ടമ്മ, ഇനി അവനെ നിർബന്ധിക്കണ്ട. എന്റെ കൂടെ വരാൻ താല്പര്യമില്ലാണ്ടല്ലേ? വേണ്ട, അവൻ വരണ്ട. കേശു, അച്ഛന് വിഷമായി കേട്ടോ. വേണ്ട സീതേ, ഞാൻ അവനോടൊന്നും പറയണ്ട. അയ്യോ, ഞാൻ പൊക്കോളാം. എടാ, അച്ഛന് നല്ല വിഷമായി. കുട്ടികളുടെ മനസ്സാടാ, 2 മിനിറ്റ് കഴിഞ്ഞ കരയും. ചെല്ലടാ ഒന്ന് കൂടെ. എടാ, പിണക്കാതെ നീ ഒന്ന് ചെല്ലു കൂടെ. கேசு போப்பா. ചെല്ല്. ശരി, ഞാൻ വരാം. എനിക്കറിയാടാ നീ വരുമെന്ന്. എടാ, നീ നോക്കിക്കോ, നിന്റെ ഈ മടിയൊക്കെ മാറ്റി നല്ല ഓജസ്സും തേജസ്സുള്ള ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാക്കി ഞാൻ മാറ്റും. പെട്ടെന്ന് വാ, ഞാൻ പുറത്തുണ്ടാവും. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്. എൻ്റെ ചേട്ടൻ അങ്ങനെ ആരുമായിട്ട് കമ്പനി ആവുന്നതല്ല കേട്ടോ. പക്ഷെ ഇവനുമായിട്ട് ചേട്ടൻ സെറ്റാ. രണ്ടുപേരും ഒരേ വൈബാ. കേശു അങ്ങനെ തന്നെ, എല്ലാരുമായിട്ടും പെട്ടെന്ന് അങ്ങ് ഇണങ്ങി ചേരും. ആണല്ലേ? സമയങ്ങളായിട്ട് ചെല്ലും. சித்தோட அப்பா வந்து இந்த ஆரோக்கிய விஷயத்துல எல்லாம் ரொம்ப கவனமா இருப்பாருல்ல. അതെന്നെ കണ്ട മനസ്സിലാകത്തില്ലേ? ഓ, മക്കള് സമയം കളയാതെ ചെല്ല്. പോയിട്ട് വരാം. ബാക്കിയുണ്ടെങ്കിൽ டேய், வரும்போது பழம் மறக்க கூடாது. വളം മേടിക്കാൻ നോക്കാം. ഭയങ്കര സ്നേഹവാ, പിള്ളേരുടെ മനസ്സാണ്. ഇന്നത്തെ നടത്തം വെറുതെ ആയില്ലടാ.
എന്തോരം സ്ഥലങ്ങൾ കാണാൻ പറ്റി നമുക്ക്. കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഇതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് ഈ നാടിന്. അടിപൊളി. ഇനി ചൂടുവെള്ളത്തിലൊരു കുളി, അത് കഴിഞ്ഞ് ബാക്കി പരിപാടിയാണ്. നിനക്ക് എന്റെ അത്രയും സ്റ്റാമിന ഇല്ലല്ലേ? ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലേ? എന്താ ചേട്ടാ? ഇത് പഴയ പോലത്തെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരെ എന്റെ ഒപ്പം നടന്നെത്താൻ പറ്റണല്ല. എന്റെ കമ്പനി എങ്ങനെയുണ്ട് അച്ഛാ? ഇവൻ ജെൻസിയാന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാ മോളെ, ആ ഒരു വൈബ് കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല. അച്ഛൻ തൊട്ട് രാവിലെ നടക്കാൻ പോകുമ്പോഴേ ഇവനെയും കൊണ്ട് പോയാ മതി. അതിന്റെ ആവശ്യം എന്തുവാ? ഇപ്പോഴത്തെ അച്ഛൻ ഇപ്പൊ ഇവിടുത്തെ വഴിയൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇനിയിപ്പം എന്റെ ആവശ്യമില്ലല്ലോ, ഒറ്റയ്ക്ക് പോവാല്ലോ. എടാ, എനിക്ക് എല്ലാ വഴികളും ഒരേപോലെയാണ്. പക്ഷേ നീ കൂടെ ഉള്ളപ്പോ ഒരു ഉഷാറുണ്ട്. ഇപ്പൊ അല്ലേ പറഞ്ഞേ ഞാൻ കൂടെ വരുന്നത് അത്ര വൈബില്ലെന്ന്. അത് നീ നോക്കണ്ട, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ഉഷാറാക്കി എടുക്കും. അതെ, നീ എന്തായാലും അച്ഛൻ്റെ കൂടെ എല്ലാ ദിവസവും നടക്കാൻ പോണം. എനിക്കതൊരു മനസ്സമാധാന. അത് കുഴപ്പമില്ല അമ്മ, ഇവിടെ ഉള്ളപ്പോ ഇവൻ രാവിലെ അച്ഛൻ്റെ കൂടെ പോക്കോളും. അല്ലെടാ? സീതേ, അപ്പൊ ഇനി നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോണ്ട വരൂല്ലേ? ഇതെടാ ചായ, ഈ ചായക്ക് നടത്തൂല. വൈകിട്ട് ചായ ഒരു കടിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കണത്. അയ്യോ, കടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അവിടുത്തെ കനകം പറഞ്ഞ പഴം വാങ്ങിച്ചിരുന്ന മോനെ. അയ്യോ, അത് മറന്നുപോയി. കണ്ടാ, കനകൻ 2 വട്ടം പറഞ്ഞതല്ലടാ, എന്നിട്ട് നീ അത് മറന്നുപോയി. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം, മറവി. അച്ഛൻ അത്ര ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ ഓർപ്പിച്ചൂടായിരുന്നോ? അച്ഛന് പ്രായമായില്ലടാ. സീതേ, ചായ എടുക്ക്. മറന്നു പോകുന്നതിന് മുന്നേ വേഗം പോയി പഴം വാങ്ങിച്ചിട്ട് വരണേ. ഇതെന്തോന്ന് ചേച്ചി ഇത്? രസമല്ലേ? ഞാൻ വല്ലതും വിളിച്ചാൽ പറയട്ടെ. ചേച്ചി, ഞാൻ കുഴിപ്പുറത്ത് പോയി നിൽക്കട്ടെ, അവിടുത്തെ വീടിന്റെ പണി കഴിയുന്നിടം വരെ. നോട്ട് പോസിബിൾ. പിന്നെ ഇതിൽ നിന്ന് ഊരാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാ, അല്ലെങ്കിൽ കുഴിപ്പുറത്ത് അച്ഛൻ്റെ കൂടെ നടന്ന് ഞാൻ തീരത്തേ ഉള്ളൂ. കണ്ട പെമ്പിള്ളേടെ പുറകെ നടന്ന് തീരുന്നതിലും നല്ലതല്ലേ ഇത്? അതിനൊക്കെ ഒരു ത്രില്ലുണ്ട്. ഈ കാരണവരുടെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തൊരു ത്രില്ലിട്ടാനെ? കേക്കണ്ട. ഒരു വഴിയുണ്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കൂടെ പിടിച്ചോണേ, പിടിച്ചാ മതി. അച്ഛാ, കട്ടൻ ചായ പിടിക്കണ? മധുരമൊക്കെ ഉണ്ടോ? ആണാ? പിന്നെ കുഴപ്പത്തോ, ഞാൻ ചേച്ചിയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തില് ചേച്ചി പറഞ്ഞേ. ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? ചേച്ചി പറഞ്ഞ് അച്ഛന് ഭയങ്കര ലോകവിവരം കൂടുതലാണെന്ന്. അത് കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണോ? 2 മലകൾക്കിടയിൽ ഡാം കെട്ടി തിരിച്ചു. അല്ല ഡാം അല്ല, കറണ്ട് അല്ല എനിക്കറിയണ്ടേ. പിന്നെന്താണ്? ട്രാൻസ്ഫോമറെ പറ്റിയാണോ? അല്ല വയറിങ്ങിനെ പറ്റിയാണോ? അല്ലെന്ന്. പിന്നെന്താണ്? ഞാൻ പറയാം, എനിക്കൊരു ഗ്യാപ്പിതാ. ഫുട്ബോളിനെ പറ്റി അച്ഛനറിയാമോ? പിന്നെ അതിനകത്ത് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിപ്പുണ്ട്, അത് അച്ഛനറിയാമോ? എന്താ കേശു, എല്ലാ വർഷവും വേൾഡ് കപ്പ് കാണുന്ന ഒരാളല്ലേ അച്ഛൻ? എല്ലാ വർഷവും വേൾഡ് കപ്പ് കാണുന്ന ഒരാളായിരുന്നു അച്ഛൻ പണ്ട്, ഇപ്പോഴല്ല കേട്ടോ. പണ്ട് ഈ പരിപാടി കുറെ കൊല്ലങ്ങളായിട്ട് 4 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. അച്ഛൻ തെറ്റിപ്പോയതാണ്.
ക്ലബ് ഫുട്ബോളാണ് അച്ഛൻ കണ്ടിരുന്നത്. ക്ലബ്ബ് എടാ അതും മാത്രമല്ല, കോളേജിൽ പഠിക്കുമ്പോ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ അച്ഛനെ അന്ന് പിള്ളേര് എന്താ വിളിച്ചിരുന്നറിയാമോ? ജൂനിയർ മറഡോണ. എനിക്ക് വയ്യ. ഇതിങ്ങനെ ഇങ്ങനെ വെട്ടിച്ചു പോകണ അച്ഛൻ. എങ്ങനെ ഇതിങ്ങനെ ഈ ഇവരുടെ സിസർ അന്ന് വന്നിട്ടില്ല. അന്ന് സിസർ കട്ടില്ല. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ? അച്ഛാ സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഫുട്ബോൾ കളി ഞാനും അളിയനും കൂടി ഇരുന്നാണ് ഇവിടെ കണ്ടോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അളിയൻ അങ്ങ് പോയി, ആവശ്യം എന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കായി പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. ഫുട്ബോൾ കളി കാണാൻ എനിക്ക് ആരും കൂട്ടില്ല. അപ്പൊ അച്ഛൻ ഇതിനോട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ കളി കാണാം എന്നുള്ളൊരു പ്ലാനായിട്ട് ഞാൻ വരുമായിരുന്നു. താല്പര്യം ഉണ്ടോന്നോ? എടാ നീ വിളിക്കാഞ്ഞിട്ടല്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാലോ. എപ്പോഴാണ് കളി? അപ്പൊ രാത്രി. എത്ര മണിക്ക്? സിമ്പിൾ. ചിലപ്പോ 12:30, ചിലപ്പോ 1:30, ചിലപ്പോ 2:30, ചിലപ്പോ 3:30, ചിലപ്പോ 4:30, ചിലപ്പോ ഒരു 7:00 വരെയൊക്കെ പോകും. അത്രേ ഉള്ളൂ. നേരം വെളുക്കും വരെയിട്ടല്ലേ? ചിലപ്പോ. എന്താണ് ഭയങ്കര സംസാരമാണല്ലോ? അല്ല, ഇവനെ ഫുട്ബോൾ കളി കാണാൻ ഇവനൊരു കമ്പനി ഇല്ലാന്ന്, എന്നോട് കമ്പനി കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി. അത് കുഴപ്പമില്ല. എപ്പോഴാ? രാത്രിയാ 12:30 മണിക്ക് നേരം വെളുക്കും വരെ ഉണ്ടെന്നാ പറയണത്. അപ്പൊ നിങ്ങക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ? നിങ്ങക്ക് വല്ല അസുഖം വരുവേട്ടാ? സീത എന്താണ് ഈ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും ഫിസിക്കലി ഫിറ്റാണ്. പിന്നെ രാവിലെ ജോഗിങ്ങിന് പോയപ്പോ ഓട്ടം കാണണമായിരുന്നു. ഞാൻ പുറകെ ഓടിട്ട് എനിക്ക് കിട്ടണില്ല, ഇങ്ങനെ പറന്ന് പോവായിരുന്നു. പിന്നെ ചില കസർത്തൊക്കെ കാണിക്കണ കണ്ടിട്ടേ ഞാൻ അയ്യോ എന്നായി പോയി. ഈ കസർത്തും ജോഗിങ്ങും ഒന്നും പോലെയല്ല ഉറക്കളച്ചിരുന്ന് TV ആണെന്ന്. അതൊന്നും ശരിയാകത്തില്ല. സീതയെ നിനക്കറിയില്ലാഞ്ഞിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമാർന്ന ഒരു സ്പോർട്സ് ആണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പക്ഷേ പഴയകാല കളിയാണ് കളി. അന്നൊക്കെ മറഡോണ, പെലെ ഒക്കെ എന്താ കളിയായിരുന്നു അറിയാമോ? അന്നത്തെ ആവേശമൊന്നും ഇപ്പോഴത്തെ കളികൾക്കില്ല. അച്ഛാ, ഇപ്പോഴത്തെ കളിക്കാരുടെ പേരൊക്കെ അച്ഛൻ അറിയോ? അതാ അങ്ങനെ ചോദിക്കണത്. അച്ഛക്കറിയാലോ. നെയ്മർ, മെസ്സി, റൊണാൾഡോ, പോർച്ചുഗൽ. അച്ഛാ, റൊണാൾഡോയുടെ ടീമാണ് പോർച്ചുഗൽ. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. റൊണാൾഡോ പോർച്ചുഗൽ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കളച്ച് ഫുട്ബോൾ കാണണ്ട. മരുന്നുള്ളതല്ലേ രാത്രിയില്? മരുന്ന് കഴിച്ചിട്ട് ഉറക്കളിക്കാൻ പറ്റുമോ? സ്ഥിരം ചുമ്മാ എന്നെ രോഗിയാക്കരുതട്ടാ. ഇത് ഏതാണ്ട് നമ്മള് എടാ നമുക്ക് രാത്രി ഫുട്ബോൾ കാണാം. ഓക്കെ. അച്ഛക്ക് ഒരു കുഴപ്പമില്ലടാ. അച്ഛൻ ഫിസിക്കലി ഫിറ്റാണ്. നീയേ എനിക്ക് മോളെ ആ കുഴമ്പ എവിടെ വെച്ചേക്കണത്? അകത്തുണ്ട്. ഒന്നും കിടുവാ. ഫുട്ബോൾ കളിക്കാരുമല്ല. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. സിമ്പിൾ പരിപാടി. വന്നേ, അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കേൾക്കാൻ. ചേച്ചി, സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. സിമ്പിൾ പരിപാടി. രാത്രി ഒരു 12:30 ആകുമ്പോഴത്തേനെ കളി തുടങ്ങും. പിന്നെ അങ്ങനെ പോയാലും ഒരു ഓവർ ടൈം അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം കൂടെ കയറി വരുമ്പോഴത്തേനെ ഒരു 3:30 കുറഞ്ഞത് കളി തീരാൻ വേണ്ടി. ആ സമയം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമുള്ളത്തച്ഛൻ എങ്ങനെ പോയാലും വെളുപ്പിന് എണീച്ച് നടക്കാൻ പോകില്ല. അപ്പം ഞാൻ സേഫ്, കുഴപ്പമുള്ളത്തച്ഛൻ്റെ സേഫ്. എടാ, അച്ഛനീ കാണുന്ന ചാട്ടം മാത്രമേ ഉള്ളൂ, വല്ല അസുഖവും വരുവോടാ. അത് രാവിലെ കിടന്ന് ഉറങ്ങാമല്ലോ. മാത്രമല്ല രാത്രി ഉറങ്ങിയില്ലെന്ന് വെച്ചോണ്ട് അത്ര വലിയ അസുഖമൊന്നും വരാൻ പോണില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ വലിയ കളി കാണാതിരുന്നില്ലെങ്കിൽ രാവിലെ ഇന്ന് നടക്കാൻ പോയതുപോലെ ഇനി എല്ലാ ദിവസവും ഞാൻ നടക്കാൻ പോയി ഞാൻ നടന്നോളുന്നു തീരത്തേ ഉള്ളൂ. അല്ല, എന്നാലും അച്ഛൻ രാത്രി മരുന്നൊക്കെ കഴിക്കണല്ലേ? ഉറക്കമൊക്കെ ഒളിച്ചാൽ അത് പ്രശ്നമാവും. ഉറക്കമുള്ള മരുന്ന് കഴിക്കാമല്ലോ, രാവിലെ കഴിക്കണ്ട. ഷിഫ്റ്റ് ചെയ്യ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റില്ല. സിമ്പിൾ സേഫ് ഉണ്ട് ഇവിടെ. ചിരി എനിക്കൊരു ചിരിയൊന്നും വരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഓക്കെ അല്ലേ? സേഫ്. ചേച്ചി, കേശവന് കാഞ്ഞ ബുദ്ധി തന്നെ. രാത്രി മുഴുവനും അച്ഛനെ കൊണ്ട് ഫുട്ബോൾ കളി കാണിച്ചിട്ട് രാവിലെ കിടത്തി ഉറക്കാനുള്ള പരിപാടിയാ. ബുദ്ധി ശരിയാ, കാഞ്ഞ ബുദ്ധി തന്നെയാ.
എടാ ഓ എത്ര മിനിറ്റാടാ ഒരു കളി? അച്ഛൻ പണ്ടത്തെ പ്ലെയർ ആയിരുന്നെന്നോ ഫുട്ബോൾ കളി കൊറേ കണ്ടിട്ടുണ്ടെന്നോ വർഷാവർഷം വേൾഡ് കപ്പ് കാണുന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. ആ. എന്നിട്ട് സമയം അറിഞ്ഞൂടല്ലേ? ഞാൻ കണ്ടേക്കണതൊക്കെ പണ്ടല്ലേടാ. ഇപ്പൊ കാലം എത്ര മാറി, അതിന്റെ അനുസരിച്ച് നിയമങ്ങളും മാറിയിട്ടുണ്ടാവും. ആ അതാണ്. 90 മിനിറ്റ് അത്ര ഉള്ള. പണ്ടൊക്കെ 150 മിനിറ്റ് ആയിരുന്നു. എത്ര മിനിറ്റ്? 150. അച്ഛൻ 2 കളി ഒരുമിച്ച് കണ്ടു കാണും. ആ ചിലപ്പോ അതായിരിക്കും. പുറത്ത് നല്ല മഴയുള്ളത് കാരണേ കുഴപ്പമുണ്ടല്ലേ. അച്ഛന് പതപ്പോലും വേണോ? ഉറക്കമെല്ലാം വരുന്നുണ്ടെങ്കിൽ പറയണേ. എവിടാ നമ്മള് നേരം വെളുക്കുന്നവരെ കളി കാണും. അല്ല പ്രായമായോണ്ടേ. എന്ത് പ്രായം? പോടാ അവിടുന്ന്. അപ്പൊ ഓക്കെ. ആ കറക്റ്റ് ആയിരുന്നു. കേറില്ല. ഇതിപ്പോ ഇനി എങ്ങനെയൊക്കെ പോകുന്നത്? ഇവിടെ വേമ്പേ അടിക്കാൻ പറ, അടിച്ച് തീർക്കാൻ പറ. അങ്ങോട്ട് അടിച്ചു തീർക്കാനേ? ക്രിക്കറ്റ് അല്ലത് അടിച്ചടിച്ച റൺസ് കൂട്ടിട്ട് കളി വെച്ചിട്ട് പോകാനായിട്ട്. ഇത് ഫുട്ബോളാണ്, ഗോൾ അടിക്കണ്ടേ? അങ്ങനെയല്ല അച്ഛൻ ഉദ്ദേശിക്കണത്. ഒരു 3-4 ഗോള് ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കളി പെട്ടെന്ന് തീർത്തൂടെ? എത്ര ഗോള്? 3-4 ഒരുമിച്ച് അങ്ങോട്ട് അടിക്കണം ഗോള്. അടിക്കാം. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ചെന്നൈ പിന്നെ അടിച്ചാലോ? അച്ഛാ പിന്നെ നമുക്ക് ഈ കളി കണ്ടു കഴിഞ്ഞിട്ടേ ഇതിന്റെ ഒരു വിശകലനം ഉണ്ട്, അതും കൂടെ ഒന്ന് കാണണേ. അയ്യോ അത് വേണോ? പിന്നെ അതല്ലേ ഇതിന്റെ മെയിന്. നമ്മൾ അത് കണ്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നാളെ രാവിലെ നമ്മൾ ചായക്കടയിൽ പോകുമ്പോഴേ അവിടെ ഇരുന്ന് ആൾക്കാർ ഈ ഫുട്ബോൾ കളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാതായി പോകും. അപ്പൊ എന്തായാലും കാണണം. അതും കൂടി കണ്ടിട്ട് തുടങ്ങിയാൽ മതി. പിന്നല്ല അപ്പൊ എന്തായാലും നാളത്തെ വറക്കാൻ. നീ എന്താ ആലോചിക്കണത്? പറഞ്ഞാ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തോ നമ്മുടെ കറക്റ്റ് ഓടി എടുത്തു കഴിഞ്ഞാൽ കിട്ടും അത്. നമ്മളിപ്പുറത്തെ ടീമല്ലായിരുന്നു. ആ ഞാൻ ഇപ്പുറത്തെ ടീമാണ്, നീ അപ്പുറത്തെ. അപ്പൊ ഓക്കെ. ഞാനിപ്പുറമാണ്. കേശു 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 അച്ഛാ രാവിലെ എണീറ്റു? ആ പിന്നെ ഉറക്കം കിട്ടിയായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഇന്നലെ രാത്രി മൊത്തം ഫുട്ബോള് കണ്ടിട്ട് ഉറങ്ങിയത് കുറച്ച് മുന്നേ അല്ലേ? എന്റെ മോളെ ഉറക്കൊന്നും അച്ഛന് പുത്തരിയല്ല. മോൾക്കറിയാമോ, കനത്ത മഴയത്ത് ട്രാൻസ്ഫോമറിന്റെ കീഴിൽ രാത്രി മുഴുവൻ പണിയെടുത്ത് രാവിലെ ജോലിക്ക് പോയവരാണ് ഈ ജനാർദ്ദനൻ. ആണല്ലേ? കേശുവിടെ ഈ കാര്യം കേശുവിന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കേശു ഉറക്കവാ? അച്ഛൻ വിളിച്ചു നോക്ക്, അവന് സന്തോഷാവും. ഞാൻ വിളിച്ചോളാം. കേശു 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 അച്ഛൻ വിളിക്കുന്ന എണീക്ക്. കേശു പോണ്ടേ? അതുകൊള്ള നമുക്ക് നടക്കാൻ പോണ്ടേ? അതിന് അച്ഛൻ എണീറ്റ് കാണില്ലല്ലോ. അച്ഛൻ എപ്പോഴേ റെഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോണ്ടേ? വാ റെഡിയാ. നമ്മള് ഫുട്ബോൾ കളി കണ്ടില്ലായിരുന്നോ? ആ ഇന്നലെ വെളുപ്പിന് വരെ ഇരുന്ന് കണ്ടില്ലേ? കണ്ടു.
അത് കഴിഞ്ഞ് നമ്മളൊരു വിശകലനം കണ്ടില്ലായിരുന്നു ലാപ്ടോപ്പില്. അതും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു വിശകലനം നടത്തിയില്ലായിരുന്നു. ഉവ്വ. എന്നിട്ട് നമ്മൾ കുറച്ചു മുമ്പല്ല കിടന്നേ. അതെ. ഇപ്പൊ സമയം എത്രയായി? 5:45. കറക്റ്റ് 6 മണിക്ക് നമുക്ക് ഇറങ്ങണം. വേഗം റെഡിയാവും. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങണ്ടേ? ചേട്ടാ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഇന്നും മോർണിംഗ് വാക്ക് പതിവല്ലേ. പെട്ടെന്ന് റെഡിയാവും. പിന്നെ മറ്റൊരു കാര്യം, എപ്പോഴും വന്ന് ഇങ്ങനെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. നീ റെഡി ആയിട്ട് അവിടെ വന്നേക്കണം. മനസ്സിലാവണ്ടോ? ആ എന്നാ റെഡി ആയിക്കോ. അച്ഛൻ അവിടെ കാണും കേട്ടോ. ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട്? ഇല്ല ഇല്ല ഇല്ല, 5 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ പോവോ? ഇല്ല, അല്ലെങ്കിൽ തല വഴി ഞാൻ വെള്ളം കോരി ഒഴിക്കും. മനസ്സിലാവണ്ട? പെട്ടെന്ന് റെഡി ആയിട്ട് വാ. എനിക്ക് പോടാ. ഉറക്കൊന്നുമില്ലേ ചേട്ടാ ചേട്ടന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലേ? കേശു, വേഗം വാ. മോനെ കേശു, കാരണവന്മാരോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും.